വെൽക്കം ബാക്ക് ടു സ്പോർട്സ് പി ടൈം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഏഷ്യ കപ്പ് AFC ഏഷ്യ കപ്പിന്റെ ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ മത്സരത്തെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഇന്ത്യയുടെ സാധ്യതകൾ എത്രമാത്രം ഉണ്ട് ഇത്തവണ ഏഷ്യ കപ്പിൽ എന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കളിക്കും മുമ്പ് നമുക്കറിയാം, വരുന്ന 13-നാണ് നമ്മുടെ ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ മത്സരം. അപ്പൊ അതിനു മുമ്പായിട്ട് എങ്ങനെയാണ് ഇന്ത്യ എത്രത്തോളം ഇന്ത്യക്ക് അതിൽ പെർഫോമൻസ് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കറിയാം, ഇതുവരെ ഇന്ത്യ കളിച്ച കളി, അതായത് ഇന്ത്യ ഓസ്ട്രേലിയയുമായി കളിച്ച കളികൾ എന്ന് പറയുന്നത് 8 കളികളാണ്. ആ 8 കളികളിൽ 5 കളികൾ ഇന്ത്യ പരാജയപ്പെട്ടു. അതിൽ 2 കളി ഇന്ത്യ വിജയിച്ചു, ഒരു കളി ഡ്രോ ആയി. ഇതിൽ വിജയിച്ച കളികൾ എന്ന് പറയുന്നത് 1938-ലും അതുപോലെ തന്നെ 1956-ലുമാണ്. അന്ന് ഇന്ത്യക്ക് ഒരു 1956 കളിച്ച കളി 7-1 ഒരു വിജയം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അതിന് മുമ്പ് കളിച്ച 1938 കളിച്ച കളി 4-1 ഇന്ത്യക്ക് ഒരു വൻ വിജയം ഓസ്ട്രേലിയക്കെതിരെ നേടി. അന്ന് നമുക്കറിയാലോ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടീം അത്രയും ഫുട്ബോളിൽ മികച്ചു നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു. പിന്നീട് കാലക്രമേണ ഇന്ത്യൻ ഫുട്ബോളിൽ അതൊരു അധപ്പതനമാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ പിന്നീട് ഒരു വലിയ ടീം വാർത്തെടുക്കാനോ ഒന്നിനും ഇന്ത്യക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. സോ നമുക്കറിയാം, ഓസ്ട്രേലിയ എന്ന രാജ്യം, നമുക്കറിയാം, അവർ കഴിഞ്ഞ 6 തവണ വേൾഡ് കപ്പ് കളിച്ച ഒരു രാജ്യമാണ്. ഇപ്പൊ കഴിഞ്ഞ 2022 വേൾഡ് കപ്പിലും അവർ കളിച്ചിരുന്നു. സോ സ്ഥിരമായി വേൾഡ് കപ്പ് കളിക്കുന്ന ഒരു ടീമിനെതിരെ ഇന്ത്യ കളിക്കുമ്പോൾ ഇന്ത്യക്ക് ഒരു വിജയം എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്നുള്ള കാര്യം അത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യ കളിക്കാൻ പോകുന്നത് ഒരു ഡിഫൻസീവ് മോഡ് ഫുട്ബോൾ ആയിരിക്കും. കാരണം ഒരു ഡ്രോ നേടിയാൽ അത് ഇന്ത്യക്ക് വലിയ നേട്ടമാകും. കാരണം ഗ്രൂപ്പ് സ്റ്റേജിൽ ഒരു പോയിന്റ് നേടുക എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു കാര്യം. കാരണം ഇന്ത്യക്ക് അടുത്തത് കളിക്കാനുള്ളത് ഉസ്ബെക്കിസ്ഥാനെതിരെയാണ്. ഉസ്ബെക്കിസ്ഥാനെതിരെ കളിച്ച് ഒരു പക്ഷേ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടെ ഒരു ഡ്രോ നേടിയാൽ ഒരു പക്ഷേ ഇന്ത്യക്ക് വേറെ മറ്റൊരു പോയിന്റ് നേടും. പിന്നെ അടുത്തത് കളിക്കാനുള്ള ഇന്ത്യക്ക് സിറിയക്കെതിരെയാണ്. സിറിയക്കെതിരെ ഇന്ത്യ കളിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു വിജയ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സിറിയക്കെതിരെ കളിച്ച് വിജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ 4 പോയിന്റോ 5 പോയിന്റോ നേടി ഒരു പക്ഷേ ഇന്ത്യക്ക് അടുത്ത റൗണ്ട് ഓഫ് 16 കടക്കും. നമുക്കറിയാം, ഇത്തവണ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ തവണ 2019 ഇന്ത്യ AFC ഏഷ്യൻ കപ്പിൽ കളിച്ച സമയത്ത് നമുക്കറിയാം, അത്ര വലിയ ഒരു ബുദ്ധിമുട്ടുള്ള രാജ്യങ്ങളായിരുന്നില്ല. UAE, ഒമാൻ, അതുപോലെ തന്നെ തായ്ലൻഡ് ആയിരുന്നു. പക്ഷെ ഇത്തവണ നമുക്കറിയാം, ഉസ്ബെക്കിസ്ഥാൻ, ഓസ്ട്രേലിയ, സിറിയ, ഈ 3 രാജ്യങ്ങളും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ്. അപ്പൊ ഈ ഒരു 3 ടീമിനെതിരെ കളിക്കുക, വിജയം നേടുക, അതല്ലെങ്കിൽ ഡ്രോ നേടുക എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. സോ നമുക്കറിയാം, ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യം അവസാനമായി ഇന്ത്യ കളിച്ചത് 2011 AFC ഏഷ്യ കപ്പിലാണ്. അന്ന് ഇന്ത്യ 4-0 പരാജയപ്പെട്ടു. അതിനുശേഷം പിന്നീട് ഇന്ത്യക്ക് ഒരു ഫ്രണ്ട്ലി മാച്ചോ അതല്ലെങ്കിൽ വേറെ ഒന്നും ടൂർണമെന്റുകളോ ഒന്നും ഇന്ത്യ ഓസ്ട്രേലിയയുമായിട്ട് കളിച്ചിട്ടില്ല എന്നുള്ളതാണ്. സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഓസ്ട്രേലിയക്കെതിരെ കളിക്കുമ്പോൾ കൂടുതൽ ഒരു പോസിബിലിറ്റി കാണുന്നത് ഒരു ഡിഫൻസീവ് ഫുട്ബോൾ കളിക്കുക, മാക്സിമം ഒരു കിട്ടുന്ന അവസരങ്ങൾ ഗോളാക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു 1-1 ഡ്രോ അതല്ലെങ്കിൽ 0-0 ഡ്രോ നേടി ഇന്ത്യക്ക് റൗണ്ട് ഓഫ് 16 കടക്കാനുള്ള ചാൻസ്, കൂടുതൽ പോയിന്റുകൾ നേടുക എന്നുള്ളതായിരിക്കും ഒരു പക്ഷെ കൂടുതൽ ഇന്ത്യ ഒരു ടീം ഇറങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ഓസ്ട്രേലിയക്ക് ഇതുവരെ AFC കപ്പ് നേടിയത് 2015-ലാണ്. അതിനു മുമ്പ് 2011 നടന്ന AFC കപ്പിൽ ഫൈനൽ പരാജയപ്പെടാതെ റണ്ണേഴ്സ് അപ്പ് ആയി. ഇപ്പൊ കഴിഞ്ഞ AFC കപ്പ്, അതായത് 2019 നടന്ന AFC കപ്പിൽ ക്വാർട്ടർ ഫൈനലിൽ അവർ പുറത്തായി എന്നുള്ളതാണ്. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന ഈ ഒരു AFC കപ്പിൽ അവർക്ക് കപ്പ് നേടുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പുള്ളത്. കാരണം അവർക്ക് കൂടുതൽ കപ്പുകൾ AFC ഏഷ്യ കപ്പിൽ നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്ത്യ കഴിഞ്ഞ ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ കുവൈത്തിനെതിരെ ഇന്ത്യ വിജയിച്ചു. അതുപോലെ തന്നെ കിങ്സ് കപ്പിൽ ഇറാഖിനെതിരെ ഇന്ത്യ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പരാജയപ്പെട്ടെങ്കിലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. സോ ഒത്തിരി നല്ല പെർഫോമൻസ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കുണ്ട്. ആ ഒരു കോൺഫിഡൻസും അതുപോലെ തന്നെ അതിന്റെ ഒക്കെ ഒരു നല്ലൊരു പെർഫോമൻസ് ഇന്ത്യക്ക് AFC ഏഷ്യ കപ്പിൽ കാണിക്കാൻ കഴിയുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓസ്ട്രേലിയക്കെതിരെ ഒരു വിജയം എന്നതിലുപരി ഇന്ത്യക്ക് ഒരു ഡ്രോ നേടിയാൽ അത് വലിയ റിസൾട്ട് ആകും. അത്
റൗണ്ട് ഓഫ് 16 കടക്കാനുള്ള വഴിയാകും എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതാണ്. ടിൽ ദെൻ, ഗുഡ് ബൈ.